ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ടീയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാശ്മീർ ടീ അഥവാ പിങ്ക് ടീ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട്, പട്ട, പിന്നെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 2 ഏലക്ക. ഞാനിപ്പോൾ 2 കപ്പ് ചായക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഒരു 1/4 ടീസ്പൂണിൽ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 കപ്പ് അളവിൽ, പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. അപ്പോൾ നമുക്ക് കാശ്മീരിൽ പോയിട്ട് അതിൻ്റെ ആ ടീ പൗഡർ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അളവിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രീൻ ടീ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്, ബേക്കിംഗ് സോഡയും ബാക്കി സ്പൈസസ് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുത്തോളുക. ഈ ബേക്കിംഗ് സോഡ അധികം ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് 2 കപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ 1 കപ്പായിട്ട് വരുന്നത് വരെയും നമ്മളതിനെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വെട്ടിത്തിളച്ച് ആ 2 കപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് അളവിലേക്ക് വരണം. അതുവരെ അതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പം നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് അരിച്ചിട്ട് ഒരു ബോട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാലിലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോലെ തിളച്ച് വരണം. ഇത് കാശ്മീരിലൊക്കെ ചില ആളുകൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഈ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ചിലർ പഞ്ചസാര യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച ആ വെള്ളം ഇപ്പോൾ പകുതിയോളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ആ സൈഡിലൊരു പിങ്ക് ഷെയ്ഡ് പോലെ പാത്രത്തിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് അളവിൽ വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഇതിനെ ഒന്നും കൂടെ തിളപ്പിക്കണം. നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. ഇപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് അളവിൽ പാലും ഒരു 1/4 കപ്പ് അളവോളം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, മിക്സ് ഉണ്ടല്ലോ ഗ്രീൻ ടീയുടെ, അതും ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ ടീയുടെ ആ മിക്സിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി പിങ്ക് ആകേണ്ട കാര്യമില്ല. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമ്മളിതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടീ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ അടിപൊളി പിങ്ക് ടീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും താങ്ക് യു.